സാധാരണയായി ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു രോഗമായി അലർജി രോഗങ്ങൾ മാറിയിട്ടുണ്ട്. കുട്ടികളെയാണെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും അലർജി സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചില്ലെങ്കിൽ നമുക്ക് നിവൃത്തിയില്ലാത്ത ചുമയും അതുപോലെ തന്നെ ശ്വാസം മുട്ടും തുമ്മലും ജലദോഷവും ഒക്കെയായി ആകെ വഷളാകുന്ന കുട്ടികളെ സ്കൂളിൽ അയക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എന്ത് കൊടുത്താലും അലർജി, എന്ത് കഴിച്ചാലും പിറ്റേന്ന് മുതൽ ജലദോഷം. അങ്ങനെ ജലദോഷത്തെ തുടർന്ന് മൂക്കിൽ നിന്ന് വെള്ളം പോലെ വരിക, കണ്ണ് ചൊറിയുക, ചെവി ചൊറിയുക, തൊണ്ട ചൊറിയുക, ചുമയ്ക്കുക, ശ്വാസം മുട്ടുക തുടങ്ങി എന്തുമാകാവുന്ന രീതിയിലേക്ക് ഈ രോഗം വഷളാകുന്ന ഒരു അസുഖമാണ് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. ഈ അലർജിക് റൈനൈറ്റിസിന് തുടർച്ചയായി ചികിത്സ ചെയ്ത് കൊണ്ടിരുന്ന് അവസാനം ആ ചികിത്സയുടെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ആ കഴിക്കുന്ന മരുന്നുകളുടെ ബുദ്ധിമുട്ടുകൾ കാരണം പിന്നീട് ഞാൻ ഇതങ്ങ് സഹിച്ചോളാം, എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ രോഗമുള്ളതിനേക്കാൾ എന്ന് പറഞ്ഞിട്ട് ചികിത്സ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്. അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ മ്യൂക്കസ് മെംബ്രെയിനുകളിൽ ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതായത് അത് കണ്ണിനുള്ളിൽ ബാധിക്കാം, ചെവിക്കുള്ളിൽ, തൊണ്ടയ്ക്കുള്ളിൽ, വായ്ക്കുള്ളിൽ, കാരണം ഇതെല്ലാം ഒരേ ലൈനിങ് മെംബ്രെയിനാണ്. ബ്രോങ്കിയോൾസിനകത്ത് വരെ ബാധിക്കുക. ഇത് കുറച്ചുകൂടെ വഷളാകുമ്പോഴാണ് ശ്വാസകോശങ്ങളെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ കൂടെ ബാധിച്ചിട്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ കാരണം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ആസ്മ പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. അപ്പോൾ കണ്ണ് ചൊറിയുന്ന ഒരാളിന് കണ്ണ് ചൊറിയുന്നതിനൊപ്പം അത് ചെവിക്കുള്ളിൽ ചൊറിയുന്നത് പോലെ തോന്നുകയും തൊണ്ട ചൊറിയുകയും തൊണ്ടയ്ക്കകത്തേക്ക് ഈ നേർമയുള്ള ഈ സ്ഥലത്തിൽ നിന്നുള്ള ഒരു മ്യൂക്കസ് മെംബ്രെയിൻ വന്നിട്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പോസ്റ്റ്നേസൽ ഡ്രിപ്പിംഗ് എന്ന് പറയും, ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്നെ തൊണ്ടയ്ക്കുള്ളിൽ ചൊറിയുന്നത് പോലെ തോന്നുകയും വെള്ളം പോലെ മൂക്കിൽ നിന്ന് നേസൽ ഡിസ്ചാർജ് വരികയും ഇത് മൂക്കിൻ്റെ പുറത്തേക്ക് വരുന്നത് പോലെ തൊണ്ടയ്ക്കുള്ളിലേക്കും വരികയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ചെറിയ ചുമയിൽ തുടങ്ങുന്ന, കണ്ണ് ചുവക്കുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട്. ഇത് തുടർന്ന് സെക്കൻഡറി കോംപ്ലിക്കേഷൻസിൽ സൈനസൈറ്റിസ് വരാം. സൈനസൈറ്റിസ് വന്നിട്ട് കുറേ കോംപ്ലിക്കേഷൻസ് വീണ്ടും നമ്മൾ സാധാരണ പ്രതീക്ഷിക്കാത്ത കോംപ്ലിക്കേഷൻസ്, ഈ നേസൽ ബോൺസിൻ്റെയൊക്കെ ഇറോഷൻസ്, മെനിഞ്ചൈറ്റിസ്, ഇങ്ങനെ തുടങ്ങി പലതും, ക്രോണിക് സൈനസൈറ്റിസ് ഒക്കെ ഉണ്ടാകാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് എവിടെയൊക്കെ ബാധിക്കുന്നു അവിടെയൊക്കെ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വരാം. അതായത് ഇത് തൊണ്ടയെ ബാധിക്കുമ്പോൾ ഫാരിഞ്ചൈറ്റിസോ ലാരിഞ്ചൈറ്റിസോ വരാം, സൈനസുകളെ ബാധിക്കുമ്പോൾ സൈനസൈറ്റിസ് വരാം, ടോൺസിൽസിനെ ബാധിച്ചാൽ ടോൺസിലൈറ്റിസ് വരാം. ഇങ്ങനെ കണക്റ്റീവായിട്ട് കുറേ ഏറെ രോഗങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒന്നാണത്.